ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗർഭിണികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമ്മളെല്ലാവരും ഗർഭാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നറിയാൻ. പക്ഷേ അതിലും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആണായാലും പെണ്ണായാലും നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് മറ്റൊരു ഫാക്ടറി. അപ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, കുട്ടി വയറ്റിലിരിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് സ്കാനിങ്ങിലൂടെയെല്ലാം നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരുപാട് സ്കാൻ ചെയ്തിട്ടല്ല ഇതാണാണോ പെണ്ണാണോ എന്നെല്ലാം അറിയുന്നതെല്ലാം കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് സ്കാൻ ചെയ്താലും ആണാണോ പെണ്ണാണോ എന്നൊന്നും പറഞ്ഞു തരാറില്ല. എന്നാൽ ഗൾഫ് കൺട്രീസിലെല്ലാം അത് പോസിബിളാണ്. അപ്പോൾ നമ്മുടെ വയറ്റിലുള്ള കുട്ടി എന്നും എല്ലാവരും ഏത് ഗർഭിണികളും ഇത് കാണുന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടി എല്ലാവർക്കും ഉണ്ടാവട്ടെ. പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊരു ക്യൂരിയോസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. സയൻറ്റിഫിക്കലി പ്രൂവൺ ഒന്നല്ല കേട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 100-ൽ 90% കറക്റ്റാണ്. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന 90% കറക്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗർഭിണികൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം നിങ്ങൾ പ്രസവിക്കാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉറങ്ങുന്ന പൊസിഷനാണ്. നമ്മൾ ഉറങ്ങുന്ന പൊസിഷൻ നോക്കി കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മിക്ക സമയത്തും ഇടതുവശം ചേർന്നാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ വയറ്റിലുള്ളത് ആൺകുഞ്ഞാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ വലതുവശത്ത് ചെരിഞ്ഞിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഒരേപോലെ സന്തോഷം ലഭിക്കുകയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ആ ഒരു വലതുവശം ചെരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെൺകുഞ്ഞാണ് ഉണ്ടാവുന്നത് എന്ന് ഉറപ്പിക്കാം. ഇനി അടുത്തത് വയറിലെ അസ്വസ്ഥതയാണ്. വയറിൽ പലതരത്തിലും അസ്വസ്ഥത സാധാരണ ഗർഭകാലത്ത് ഉണ്ടാവുന്നതാണ്. എന്നാൽ നമ്മൾ പെൺകുട്ടികളെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും വയറ്റിൽ അത് ഒതുങ്ങിക്കിടക്കുകയില്ല. ചവിട്ടും കുത്തും കൂടുതലാണെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് പെൺകുട്ടിയായിരിക്കും. എന്നാൽ കുഞ്ഞിന് അനക്കം കുറവാണെങ്കിൽ അത് ആൺകുട്ടി ആവാനാണ് സാധ്യത. ആൺകുട്ടികൾ പൊതുവെ പെൺകുട്ടികൾ അത്ര അനക്കം ഉണ്ടാക്കാറില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തോടുള്ള ആർത്തി. ഗർഭകാലത്ത് ഭക്ഷണത്തോടുള്ള ആർത്തി എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും. അതായത് ആർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് പലതും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മധുരം, ചോക്ലേറ്റ്, പാല്, മിഠായി എന്നിവയോടാണ് ആഗ്രഹം കൂടുതലെങ്കിൽ നിങ്ങൾ നിങ്ങളെ രാജകുമാരിയെ വരവേൽക്കാൻ തയ്യാറായിക്കോളൂ. എന്നാൽ പുളി, ഉപ്പ്, മധുരം എന്നിവയോടാണ് പ്രിയം കൂടുതലെങ്കിൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് ആൺകുട്ടിയായിരിക്കും. പിന്നെ അടുത്തതാണ് മുഖക്കുരു. ഗർഭകാലത്ത് സ്ത്രീകളിൽ ഒരുപാട് കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ മുഖക്കുരു എന്ന് പറയുന്നത്. മുഖത്ത് മാത്രമല്ല ശരീരത്തിലും ചിലർക്ക് കുരുക്കൾ ഉണ്ടാവാറുണ്ട്. മുഖക്കുരു നിങ്ങളെ ഗർഭകാലത്ത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണ് ഗർഭത്തിലുള്ളതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ മുഖക്കുരു ഇല്ലാതെ തിളക്കമുള്ള മുഖമാണെങ്കിൽ, അതായത് തിളക്കമുള്ളതെന്ന് പറഞ്ഞാൽ മുഖക്കുരു ഒന്നും ഇല്ലാത്ത മുഖമാണെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയായിരിക്കും. മറ്റൊന്ന് ഭയാനകമായ ഗർഭകാലം. അതായത് ഗർഭാവസ്ഥയിൽ പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ സ്വതവേ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തരം അസ്വസ്ഥതകൾ ഭയങ്കര കൂടുതലാണെങ്കിൽ പെൺകുട്ടിയാണ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. എന്നാൽ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഇല്ലാതെയാണ് ഗർഭകാലം കടന്നു പോകുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന സൂചന എന്ന് പറയുന്നത് ഗർഭത്തിലുള്ളത് ആൺകുട്ടിയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ശരീരഭാരം വർദ്ധിക്കുന്നത്. ഗർഭകാലത്ത് എല്ലാ സ്ത്രീകളും ശരീരഭാരം വർദ്ധിക്കാറുണ്ട്. അത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ശരീരഭാരം വർദ്ധിക്കുന്നതും മുഖം വണ്ണം വെക്കുന്നതും നിങ്ങളിൽ ഒരു വിഷയമായി മാറുന്നുണ്ടെങ്കിൽ ഗർഭത്തിലുള്ളത് പെൺകുട്ടിയാണെന്ന് പറയാം. സാധാരണ തോതിൽ നിന്നും അല്പം മാത്രം ശരീരഭാരം വർദ്ധിക്കുകയാണെങ്കിൽ അത് ആൺകുട്ടിയായിരിക്കും. പിന്നെ നമ്മുടെ വയറിൻ്റെ സ്ഥാനം. ഈ വയറിൻ്റെ സ്ഥാനം നോക്കിയിട്ട് നമ്മുടെ പഴയ ആൾക്കാരെല്ലാം പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്, നിനക്ക് കുട്ടി ആണായിരിക്കും പെണ്ണായിരിക്കും എന്നുള്ളത്. അപ്പോൾ വയറിൻ്റെ സ്ഥാനം നോക്കിയിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ വയറ് താണിട്ടായിരിക്കുന്നതെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്നത് ആൺകുഞ്ഞായിരിക്കും. എന്നാൽ ഗർഭം ധരിച്ചിരിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ വയറ് പൊക്കിളിൻ്റെ മുകളിൽ ഉയർന്നിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ കുട്ടിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാച്ച് ആകുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അത്രത്തോളം വിശ്വസിക്കാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ 90% കറക്റ്റായിരുന്നു.
അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഏകദേശം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇത് 100% ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഇത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.